ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോണത് ഗ്രീൻ പീസ് പൊട്ടാറ്റോ മസാല കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ ഐറ്റമാണ് ഇത്. പൊറോട്ടയുടെ കൂടെ പ്രത്യേകിച്ചും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇടിയപ്പം, പുട്ട് ഇതിനായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിന് ഏറ്റവും ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിൽ 2 ടീസ്പൂൺ മല്ലിക്കുരും പിന്നെ 2 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ചുവക്കെ ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് ചുവക്കെ വറുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇവിടെ ഗ്രീൻ പീസ് 1 കപ്പ് തലേന്ന് സോക്ക് ചെയ്ത് വെച്ച് എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രഷർ കുക്കറിൽ പാകത്തിന് കുക്ക് ചെയ്തെടുത്താൽ മതി. കുറച്ച് ഉപ്പും ചേർത്തിട്ട് പിന്നെ 2 ഉരുളക്കിഴങ്ങും കൂടിയുണ്ട്. അത് ചെറിയ പീസായിട്ട് ഡൈസ് ചെയ്ത് അതും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല കറി ഉണ്ടാക്കാൻ നോക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വീണ്ടും വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 സവാള സ്ലൈസ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് ഒന്ന് കീറി കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റായി കിട്ടട്ടെ. ഒരു 2 മിനിറ്റ്. ഒരുപാട് നിറം മാറണ്ട. നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം മുഴുവനായിട്ട് മാറിക്കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടൊമാറ്റോസ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നാടൻ ഗരം മസാലപ്പൊടി. എൻ്റെ നാടൻ ഗരം മസാലപ്പൊടി റെസിപ്പിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ വറ്റൽമുളകും മല്ലിക്കുരു അതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയ ആ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ പരുവത്തിലാവണം. അതുവരെയും കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് 1/2 കപ്പ് ചെറുകിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ വഴറ്റിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം. ചൂടാറിയിട്ടുണ്ടാവണം. ചൂടോടുകൂടി മിക്സി ജാറിലിട്ട് ഒന്നും അരയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ മൂടി തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ചൂട് കൂടിയിട്ട്. ചീനച്ചട്ടി ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിരുന്നു. അപ്പോൾ ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കി എടുക്കാം. മിക്സി ജാറിൽ വെള്ളം ഒഴിച്ച് അതും ചുറ്റി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിക്കണം. ഒരു 2 കപ്പോളം വെള്ളം എന്തായാലും വേണ്ടി വരും. ഇനി വേവിച്ച ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഓട്ടമുള്ള തവി കൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഇതിലേക്ക് കോരി ഇടുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ പീസും. അപ്പോൾ ഗ്രീൻ പീസ് പാകത്തിന് ഉപ്പ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിനും കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. ഇനി ഈ കറിയിൽ കിടന്ന് ഒന്ന് ഇത് വേവണം. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഉപ്പ് പാകത്തിന് ഇടാൻ മറക്കരുത്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ സിമ്മി കിടന്ന് കുറച്ച് നേരം തിളച്ചാൽ മതി. ഏറ്റവും അവസാനം 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇനി നമുക്കിതൊന്ന് തളിക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പാകത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് സ്ലൈസ് ചെയ്തത്. ഞാനിവിടെ ഒരുപാട് എരിവില്ലാത്ത ഈ സൈസ് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു കളറും നല്ലൊരു മണവും വരും. ഇത് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില, ഫ്രഷ് മല്ലിയില ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് പൊട്ടാറ്റോ മസാല കറി റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. പൊറോട്ട, ഇടിയപ്പം അങ്ങനത്തെ വല്ലതൊക്കെ കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ ഡിഷ് വേണമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഓർക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും വിവരം അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.